ഭാഗ്യത്തിന് ഇതിലൊരു കോളേജ് പ്രൊഫസറാണ്. കുറച്ച് നല്ല സ്റ്റുഡൻ്റ് ആക്കിയില്ല. ഈ അഹാനയുടെ ക്യാരക്ടർ പഠിക്കുന്ന കോളേജിലെ ഒരു നല്ലൊരു ലെക്ചറാണ്. ഇപ്പോൾ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ കൂട്ടത്തിൽ പറയാണ്, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു 4 ദിവസത്തെ ഷൂട്ടാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ഈ മനു എന്ന് പറയുന്ന ഡയറക്ടറെ പറ്റിയിട്ട് ഓർമ്മ വരുന്നത്, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഷോട്ട് അഭിനയിച്ച് കഴിയുമ്പോൾ ഒരു സംവിധായകൻ കൈയടിക്കുന്നത്. ഓരോ ഷോട്ട് കഴിയുമ്പോഴും അദ്ദേഹം കൈയടിക്കും. അപ്പൊ അദ്ദേഹം കൈയടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഡയറക്ടറാണ്, ഓൾ ക്രൂ ക്ലാപ്പ് തരും. അത് ഒരു നടനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പെർഫോമറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എൻകറേജ്മെന്റ് ആണ്. അപ്പൊ ഞാൻ മനുവിനോട് ചോദിച്ചു, ഇത് കളിയാക്കാനാണോ അതോ അത്രയൊക്കെ ഉണ്ടോ? അപ്പൊ മനു പറഞ്ഞു, ഇല്ല, അത്രയൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും ഒരു പ്രോത്സാഹനമല്ലേ. അതൊരു മനുവിനെ പറ്റി ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും അത്രയും ആർട്ടിസ്റ്റുകളെ കംഫർട്ടബിൾ ആക്കുന്ന, കൃത്യമായി സ്റ്റോറി നരേറ്റ് ചെയ്യുന്ന ഒരു നല്ല പ്രതിഭയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആർട്ടിസ്റ്റുകൾ അദ്ദേഹത്തിന്റെ സിനിമയോട് സഹകരിച്ചത്. അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു ക്വാളിറ്റിയാണ്. ഇപ്പോൾ ആള് നമ്മുടെ ഒപ്പം ഇല്ലാത്തത് കൊണ്ട് പറയുന്നതല്ല, നല്ലൊരു വലിയ നിലയിലേക്ക് ഒരുപാട് സിനിമകൾ മലയാളത്തിന് സംഭാവന ചെയ്യാൻ കഴിവുള്ള ഒരാളായിരുന്നു മനു. എത്രത്തോളം ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു ഇതെങ്കിലും ചെയ്തെടുക്കണോ, അല്ലെങ്കിൽ ഒരാൾ നിർത്തിയെടുത്തിന് പിന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് പറയുന്നത്? ഞാൻ ബേസിക്കലി മൂവി ഇൻഡസ്ട്രിയിലുള്ള ആളല്ല. മനുവിന്റെ മരണശേഷമാണ് ഞാൻ ഈ മൂവി മനുവിന്റെ മരണശേഷമാണ് ഈ മൂവിയുടെ പോസ്റ്റ് പ്രൊഡക്ഷനും കാര്യങ്ങളും എല്ലാം ജോയിൻ ചെയ്തത്. പിന്നെ അത് പഠിച്ച് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞത് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടായ ടാസ്ക് തന്നെയായിരുന്നു. പക്ഷെ അന്നേരം എനിക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നത് മെയിൻലി ചീഫ് അസോസിയേറ്റ് ഡയറക്ടേഴ്സും അതിൻ്റെ ഒപ്പം തന്നെ ഇപ്പം ഈ സ്റ്റേജിലിരിക്കുന്ന അജു ചേട്ടൻ ഉൾപ്പെടെ ഉള്ളവർ ഒരുപാട് ഗൈഡൻസും കാര്യങ്ങളും എല്ലാം അങ്ങനെ ചെയ്യുന്നതിന ഇങ്ങനെ ചെയ്യുന്നതിനെന്നെല്ലാം പറഞ്ഞ് മാക്സിമം സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് ഇപ്പം ഈ 2 years എടുത്തു പോസ്റ്റ് പ്രൊഡക്ഷൻ ഇതിലാണെങ്കിലും ഞങ്ങൾക്ക്. എന്നാലും ഞങ്ങൾ ബെസ്റ്റായിട്ട് തന്നെ അത് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നിൽക്കുന്നത്. താങ്ക് യു.